ശരി. ഒരു നിമിഷം. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പുതിയ വല്ല തീരുമാനങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കേ വേണ്ട. ഇടയ്ക്കിടെ ചർച്ച ചെയ്ത് ഖജനാവിലെ കാശ് കളഞ്ഞില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഉറക്കം വരുന്നില്ലെന്നാ കേൾവി. നിങ്ങളൊരു അബ്കാരി കോൺട്രാക്ടർ അല്ലേ? ഇപ്പോഴെന്തിനാ മെഡിക്കൽ കോളേജ് നടത്തുന്നത്? നീ ജനിക്കുമ്പോൾ നഗ്നനായിരുന്നില്ലേ? ഇപ്പോഴെന്തിനാ പാന്റ് ഷർട്ട് ഇട്ടിരിക്കുന്നത്? നിങ്ങളുടെ സഹോദരനായ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഡോക്ടറേറ്റ് വ്യാജമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ശരിയാണ്, ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ. പണം ഉണ്ടെങ്കിൽ തനിക്കും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു തരാം. ക്യാപിറ്റേഷൻ ഫീ കുറയ്ക്കാനുള്ള വല്ല ആലോചനയുമുണ്ടോ? കൂട്ടുന്നതിനെ പറ്റിയാണ് ഇപ്പം ആലോചിക്കുന്നത്. മെഡിക്കൽ സീറ്റിന് 40 ലക്ഷമാണ്, അത് 50 ആക്കണം. ഇതെല്ലാം ബ്ലാക്ക് മണി ആയിട്ട് രൂപാന്തരപ്പെടുകയല്ലേ? ഇൻകം ടാക്സ് വെട്ടിപ്പല്ലേ ഇത്? അതെ, ഇൻകം ടാക്സുകാരല്ലല്ലോ മുതൽ മുടക്കുന്നത്. അടിമുടി ടാക്സ് വെട്ടിക്കുന്നവനാ ഞാൻ. ടാക്സ് അടയ്ക്കാനേ പാടില്ല. ടാക്സ് അടച്ചാൽ നമ്മൾ പൊട്ടുന്ന കാലത്ത് 5 രൂപ തന്ന അവന്മാര് സഹായിക്കൂ. സാറിന് അസുഖം വല്ലതുണ്ടോ? ഇത് മുഴുവൻ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടെന്താ, വിത്തിൻ നോ ടൈം സകല ചാനലിൽ നിന്നും ഈ സാധനം എയറിലെത്തും. ഫ്ലാഷ് ന്യൂസ്. ആർ യു ഓൾ റൈറ്റ്? ഇത് AV ജാമർ എന്ന് പറയും. ഓഡിയോ വീഡിയോ ജാമർ. 10 മീറ്റർ ചുറ്റളവിൽ ആരെന്ത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചാലും ക്യാമറയിൽ പതിയില്ല, ശബ്ദവും കിട്ടില്ല. മെയ്ഡ് ഇൻ ഇസ്രായേൽ. അവരുടെ ചാരസംഘടനയുണ്ടല്ലോ, മൊസാദ്, അവന്മാർ ഉപയോഗിക്കുന്ന സാധനമാണ്. സംഗതി നിയമവിരുദ്ധമാണ്, പക്ഷേ വിരുദ്ധമായത് ചെയ്യുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്.